സ്വാമിജി, യക്ഷപ്രശ്നം എന്ന ഒരു നിർണായകമായ സന്ദർഭത്തിൽ യുധിഷ്ഠിരനെ കൊണ്ടുവന്ന് ഇട്ടുകൊണ്ട്, അതായത് ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക, തൻ്റെ സഹോദരന്മാർ മുഴുവൻ മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് യുധിഷ്ഠിരൻ ഒരു ചെറിയ അരുവിയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ജീവിതത്തിൽ തൻ്റെ കൂടെ നിൽക്കുന്ന, തനിക്ക് ഏറ്റവും ശക്തി പകരുന്ന മിടുക്കന്മാരായ അർജുനൻ ഉൾപ്പെടെയുള്ള തൻ്റെ സഹോദരന്മാർ ഇതാ മരിച്ചു കിടക്കുകയാണ്. എങ്ങനെയാണ് യുധിഷ്ഠിരൻ്റെ മനസ്സിനെ ഈ ഒരു ചോദ്യ തലത്തിലേക്ക് ഒക്കെ പാകപ്പെടുത്തുന്ന രീതിയിൽ യക്ഷപ്രശ്നത്തിൽ കവി ഋഷി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പരിസരം എന്നൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് മഹാഭാരതത്തിലെ യക്ഷപ്രശ്നം. ധർമ്മപുത്രർ എന്നുള്ള പേരിന് അത് അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള ഒരു അവസാന നിമിഷമാണ് യക്ഷപ്രശ്നത്തിൻ്റെ ഒടുവിൽ നമ്മൾ കാണുന്നത്. എന്നുവെച്ചാൽ ധാർമ്മിക ബോധത്തിൻ്റെ മനുഷ്യന് ചെല്ലാവുന്നതിൻ്റെ ഒരു ക്ലൈമാക്സ്, ആ പരമാവധിയിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു ചിന്ത അവിടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ധർമ്മപുത്രരുടെ ഒരു പ്രത്യേകത. ഇവിടെ യക്ഷൻ അവസാനം ചോദിക്കുന്നുണ്ട്. എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞ ആൾ ധർമ്മപുത്രരാണ്. അവർക്കൊന്നും തന്നെ അവർക്ക് അതിനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. ആ ചോദ്യങ്ങൾ കേൾക്കാനോ, ഇന്നും നമുക്കറിയാം ആ ക്ഷമയില്ലായ്മയാണെന്ന് ലോകത്തെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ധർമ്മപുത്രർ ആദ്യം ആ ക്ഷമയോടുകൂടി യക്ഷൻ്റെ പ്രശ്നങ്ങൾ കേട്ടു എന്നുള്ളതാണ്. കേൾക്കുക മാത്രമല്ല, അതിന് വേണ്ട വിധത്തിൽ മറുപടി കൊടുക്കുകയും ചെയ്തു. പിന്നെ അവസാനം യക്ഷൻ പറയുന്നുണ്ട്, സംതൃപ്തി, ആ ഉത്തരവൊക്കെ കേട്ടിട്ട് വളരെ സംതൃപ്തനായ യക്ഷൻ പറയുന്നുണ്ട്, ഈ മരിച്ചു കിടക്കുന്ന മറ്റ് 4 പേരിൽ ആരെ വേണം ജീവിപ്പിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അപ്പോൾ അവിടെ യുധിഷ്ഠിരൻ പറയുന്ന മറുപടി അവിടെ നകുലൻ ജീവിക്കട്ടെ എന്നാണ്. അപ്പോൾ യക്ഷൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങ് നകുലൻ ജീവിക്കട്ടെ എന്ന് പറയുന്നത്? അപ്പോൾ അദ്ദേഹം ധർമ്മപുത്രർ പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മയിലുണ്ടായ മൂത്തപുത്രനാണ്. അപ്പോൾ അമ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ അല്ലെ പരമ്പരയിൽപ്പെട്ടവരുടെ ശ്രാദ്ധകർമ്മം ചെയ്യണമെങ്കിൽ മൂത്തപുത്രൻ ചെയ്യണം എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. അതുപോലെ മാദ്രിയിൽ ഉണ്ടായ മൂത്തപുത്രനാണ് നകുലൻ. അപ്പോൾ അദ്ദേഹം ആ അമ്മയിലുണ്ടായ മൂത്തപുത്രൻ ജീവിച്ചിരിക്കട്ടെ, അങ്ങനെ ഒരു സങ്കല്പം അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നീതിബോധം യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ ഉണ്ടായി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ സ്വന്തം സ്വാർത്ഥത വെച്ചിട്ടാണെങ്കിൽ പറയേണ്ടത് ഭീമൻ ജീവിക്കട്ടെ അല്ലെങ്കിൽ അർജുനൻ ജീവിക്കട്ടെ എന്നാണ്. അവിടെ യുദ്ധത്തിൽ ജയിക്കാൻ സാധ്യത ഭീമനും അർജുനനും ഉള്ളപ്പോഴാണ്. തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞാൽ ഒരു യുദ്ധം ഉണ്ടാവുമെന്ന ഒരു കണക്കുകൂട്ടൽ അവർക്കെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ യുദ്ധത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർജുനൻ ഉണ്ടാകണം അല്ലെങ്കിൽ ഭീമൻ ഉണ്ടാകണം. അതുകൂടാതെ യുദ്ധം ജയിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നകുലൻ ജീവിക്കട്ടെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ധാർമ്മികതയുടെ ഒരു ആദർശത്തിൻ്റെ ഒരു ഭാവം, ഒരു ആർദ്രമായൊരു ഭാവം നമുക്ക് കാണാൻ കഴിയും. മനുഷ്യത്വം എന്ന് പറയുന്ന അത് മുഖത്ത് പ്രതിഫലിക്കുന്നത് ആ ഒരു സമയത്താണ് യുധിഷ്ഠിരൻ്റെ. അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഒരു അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് നമുക്ക് അതിൽ കൂടെ. ഇന്നത്തെ നമ്മുടെ സഹോദരന്മാർ തമ്മിലുള്ള കലഹങ്ങളും അടിയും വഴക്കും ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ, സ്വത്തിന് വേണ്ടിയിട്ടും മറ്റുള്ളതിന് വേണ്ടിയിട്ടും ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളൊരു പാഠമായിട്ട് എടുത്തിരുന്നുവെങ്കിൽ ജീവിതത്തിൽ എത്ര നമുക്ക് സുന്ദരമാക്കാൻ സാധിക്കുമായിരുന്നു. തീർച്ചയായിട്ടും അതാണ് നമ്മൾ ഇതിലൂടെ പഠിക്കേണ്ടത്.